നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം കേട്ടോ. ലൈഫില് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവേ, പക്ഷെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പൊഴിഞ്ഞു പോകും. സോ അവിടെ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരാട്ടോ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ എന്ത് വന്നാലും എന്ത് പ്രശ്നത്തിൽ നീ കടന്നു പോയാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിന് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണല്ലേ. ഇപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് പറയാനായിട്ട് ഒരു 3-4 ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൂ. എനിക്ക് ഒത്തിരി ഗ്യാങ് ഉള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല, പക്ഷെ ആ 3-4 ഫ്രണ്ട്സ് മതി ഇവർ എന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്ത് പ്രശ്നം വന്നാലും. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഈ റിയൽ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഹാർഡ് ടൈംസിലൊക്കെ കൂടെ നിന്ന് ഒത്തിരി ഫ്രണ്ട്സുകൾ ഉണ്ടാവാം. അവർക്കും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്ന് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അവർ മാത്രമേ നമ്മൾ കൂടെ ഉണ്ടാവുള്ളൂ. സോ അവരെപ്പോഴും ചേർത്ത് പിടിച്ചു വെച്ചേക്കാം. ഒരുപാട് ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്കിന്റെ ഒന്നും ഒരാവശ്യമില്ല. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു 4-5 പേര് അല്ലെങ്കിൽ 3-4 പേരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഘട്ടത്തിൽ താഴെ പോയെന്ന് പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുണ്ടോ നിങ്ങൾ കയറി വന്നിരിക്കും.